ഗുഡ് മോർണിംഗ് ഓൾ, ദിസ് ഇസ് സിയാദ് ഇലിക്കൽ. എല്ലാവർക്കും ആദ്യമായിട്ട് ഒരു ശുഭദിനം നേരുന്നു. വെള്ളിയാഴ്ച ദിവസം വീക്കെൻഡാണ്. നമ്മുടെ മാർക്കറ്റ് ഇന്നലെ നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. എന്നാൽ യു എസ് മാർക്കറ്റ് പോസിറ്റീവിൽ ആണ്, ഓൾ ടൈം ഹൈ ആണ്. മികച്ച ജോബ് ഡേറ്റ അവിടെ നിന്ന് വന്നു. യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യു എസ് ഫ്യൂച്ചർ നെഗറ്റീവാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് ആണ്. FIS ഇന്നലെയും ഇന്ത്യൻ മാർക്കറ്റിൽ 1484 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തി. DAs ബൈ നടത്തിയിട്ടുണ്ടെങ്കിൽ കൂടിയും കഴിഞ്ഞ 4 ദിവസമായിട്ട് തുടർച്ചയായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ FIS സെല്ലിംഗ് മോഡിലേക്ക് പോയിരിക്കുകയാണ്. ഇന്ത്യയും US തമ്മിലുള്ള ട്രേഡ് ധാരണകളെല്ലാം തന്നെ അതിൻ്റെ ഔട്ട്കം വരും. കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി അനുവദിച്ചേക്കുമെന്നുള്ള വാർത്തകളെല്ലാം തന്നെ ഉണ്ട്. ഓട്ടോമൊബൈലിൽ ഓൾറെഡി നമ്മൾ കോംപ്രമൈസ് ചെയ്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഡെഡ് ലൈൻ അടുത്തു. അതിൻ്റെ ഒരു ഫിയറാണ് മാർക്കറ്റിൽ ഇപ്പോൾ കാണുന്നത്. കൂടാതെ 25,500 എന്ന് പറയുന്ന മേജർ റെസിസ്റ്റൻസ് സോൺ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം. ഇനി നിഫ്റ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് മികച്ച Q1 റിസൾട്ടുകളാണ്. ഈ മാസം മിഡോട് കൂടിയിട്ട് എല്ലാ കമ്പനീസിൻ്റെയും ഇൻഡെക്സ് ഹെവി വെയിറ്റ് കമ്പനീസിൻ്റെ എല്ലാം തന്നെ റിസൾട്ട് വരും. അതെല്ലാം തന്നെ നമ്മുടെ ട്രേഡ് ബഡ്ഡി ടാബിൽ ലഭ്യമാണ്. കൂടാതെ തന്നെ IPOയും ഡിവിഡൻഡ് ഡീറ്റെയിൽസും ഗ്ലോബൽ ഈവൻറ്റുകളും എല്ലാം തന്നെ ലഭ്യമാണ്. അപ്പോൾ ട്രേഡ് ബഡ്ഡി ടാബിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം. നിങ്ങൾക്കത് ബുക്ക് മാർക്ക് ചെയ്യാം. ഇനി ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. നമ്മുടെ മാർക്കറ്റ് ക്ലോസിന് ശേഷം എന്ത് സംഭവിച്ചെന്ന് കാണാം. ഏറ്റവും താഴെ നാസ്ഡാക്ക്, ഡോ, FTSE, CAC 40, ഡാക്സ്, യൂറോപ്യൻ US മാർക്കറ്റുകൾ പോസിറ്റീവാണ്. ഡോ ഫ്യൂച്ചർ 83 പോയിൻറ്റ് നെഗറ്റീവാണ്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഫ്ലാറ്റായ രീതിയിലാണ് ഉള്ളത്. ബിറ്റ്കോയിനും പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെ ഒന്നും തന്നെ ഇല്ല. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് ഉള്ളത്. ഇന്ന് സ്റ്റോക്കുകളുടെ വാർത്തകളൊക്കെ പോകാൻ പൈസ റെക്കമെൻഡേഷൻ ഒന്നല്ല. ബജാജ് ഹൗസിംഗ് ഫിനാൻസ് കമ്പനി ഇവിടെ ലോൺ ഡിസ്ട്രേസ്മെൻ്റ് എല്ലാം തന്നെ 22% ഉയർന്നു എന്നുള്ള ന്യൂസ്. RBL ബാങ്ക് ടോട്ടൽ ഡെപ്പോസിറ്റ് 11% ഉയർച്ച കമ്പനി റിപ്പോർട്ട് ചെയ്തു. ബാങ്ക് ഓഫ് ബറോഡ അവരുടെ 10% ഇയർ ഓൺ ഇയർ ഇവരുടെ ടോട്ടൽ ബിസിനസ് ഗ്രോത്ത് ഉണ്ടാക്കിയെന്ന് കമ്പനി പറഞ്ഞു. UCI ബാങ്ക് 13% ഇയർ ഓൺ ഇയർ ടോട്ടൽ ബിസിനസ് ഗ്രോത്ത് ഉയർന്നു. NBCC കമ്പനിക്ക് 65 കോടി രൂപയുടെ ഓർഡർ കിട്ടി. എംക്വറ ഫാർമ കമ്പനി ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് ഇവരുടെ പ്രൊമോട്ടേഴ്സിൻ്റെ സ്റ്റേക്ക് സെല്ല് ചെയ്ത് മാറാണ് എന്നുള്ള ന്യൂസ് ഉണ്ട്. സൂര്യോദയ സ്മോൾ ഫിനാൻസ് ബാങ്ക് ടോട്ടൽ ബിസിനസ് 20% വളർച്ച കൈവരിച്ചു. പഞ്ചാബ് സിന്ധ് ബാങ്ക് ടോട്ടൽ അഡ്വാൻസ് 14% ഉയർച്ച. L&T ഫിനാൻസ് ടോട്ടൽ ലോൺ ഡിസ്ബേഴ്സ്മെൻ്റ് എല്ലാം തന്നെ 18% ഉയർച്ച. PC ജ്വല്ലേഴ്സ് ഇവരുടെ ടോട്ടൽ റവന്യൂ 80% ഉയർന്നു. ബന്ധൻ ബാങ്ക് ടോട്ടൽ ബിസിനസ് 7% ഉയർന്നു. ജിൻഡാൽ സ്റ്റീൽ അവർക്ക് ഒഡീഷ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പുതിയ ഓർഡർ കിട്ടി. ടോറൻറ്റ് ഫാർമ കമ്പനി ഇവർ JB കെമിക്കൽസിൻ്റെ 2% സ്റ്റേക്ക് 620 കോടി രൂപയ്ക്ക് അക്യൂർ ചെയ്തു എന്നുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസ്. അപ്പോൾ Q1 റിസൾട്ടിന് മുമ്പ് പല ബാങ്കുകളും പുറത്തുവിട്ട ബിസിനസ് അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകളിൽ തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ വൈകിട്ട് 7 മണിക്ക് ഒരു ടാക്സ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ആയിട്ട് എത്താം. എല്ലാ ആൾക്കാരും വാച്ച് ചെയ്യാം. ITR ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ക്ലാരിറ്റി ആവും. അപ്പോൾ താങ്ക് യു ഓൾ.